നമസ്കാരം. മന്ത്രി ശശീന്ദ്രൻ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം. ശശീന്ദ്രൻ വിഷയത്തിൽ ഇന്ന് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു സർക്കാർ. ആര് എന്ത് എന്ന് ഒക്കെ പിന്നീട് തീരുമാനിക്കും മന്ത്രിസഭാ യോഗത്തിന് ശേഷം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. ശ്രീ ഉഴവൂർ വിജയൻ, പി എ സലിം, ഭാസുരേന്ദ്ര ബാബു, സെബാസ്റ്റ്യൻ പോൾ എന്നിവരാണ്. ഒപ്പം ഒലീന ടീച്ചറും നമ്മോടൊപ്പം ചർച്ചയ്ക്ക് പങ്കുചേരും. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുമ്പോൾ സർക്കാർ എന്ന ഔദ്യോഗികവും അംഗീകൃതവുമായ സംവിധാനത്തിനില്ലാത്ത എന്തധികാരമാണ് സ്വകാര്യ സംരംഭകർക്ക് ഫോൺ ചോർത്തലിലുള്ളത്? 96 ഡിസംബർ 18 PUCL വേഴ്സസ് സെൻട്രൽ ഗവൺമെന്റ് എന്ന കേസിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ് ഫോൺ ചോർത്തൽ എന്ന വിധി ഇപ്പോഴും നിലനിൽക്കുമ്പോൾ ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ പരിധിയിൽ ഇതൊക്കെ എത്തുമോ? 1990കളുടെ തുടക്കത്തിൽ 5 സുന്ദരി എന്ന എറുംഭരിച്ച കൊച്ചു പുസ്തകത്തിന്റെ പാരമ്പര്യത്തിൽ നിന്ന് തരിമ്പും ഉയരാൻ മലയാളികളുടെ ബോധത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? അതിരുകടന്ന ആദർശബോധികൾ മന്ത്രിയുടെ സ്വകാര്യത പാലിച്ചുകൊള്ളണമെന്നില്ല എന്നറിയാം. അറ്റവും വാലുമില്ലാത്തൊരു സംഭവത്തിൽ വീഴുന്നതാകരുത് സർക്കാരിന്റെ ധാർമ്മികത. ടാർ മുതൽ ടയർ വരെ എല്ലാ പരസ്യങ്ങളിലും കച്ചവടച്ചരക്കാകുന്ന സ്ത്രീ അധികാരത്തിന്റെ ഇടനാഴികളെ ദുഷിപ്പിക്കാനും അധികാരത്തിൽ നിന്ന് ഇറക്കാനും സ്ത്രീയും സ്ത്രീയുടെ ശബ്ദവും ഉപയോഗിക്കപ്പെടുന്ന കാലത്ത് സ്ത്രീയെ കച്ചവടച്ചരക്കെന്ന് മാത്രമല്ലേ വിളിക്കാനാകൂ? രാഷ്ട്രീയവും സാംസ്കാരികവുമായി സ്ത്രീക്ക് സമത്വം ലഭിക്കേണ്ടേ എന്ന വാദത്തിന് ഈ അവസരത്തിൽ പ്രസക്തി ഏറുകയല്ലേ? ഇതൊക്കെ ഏത് അന്വേഷണത്തിന്റെ പരിധിയിലെത്തും? ജുഡീഷ്യൽ അന്വേഷണം മാതൃകയോ? അങ്ങനെയെങ്കിൽ അതിന്റെ ബാക്കി പത്രം എവിടെ കൊള്ളിക്കും? ഇതൊക്കെയാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. ആദ്യം ശ്രീ ഉഴവൂർ വിജയനിലേക്ക്. ശ്രീ ഉഴവൂർ വിജയൻ, താങ്കൾക്ക് കേൾക്കാമോ? ശ്രീ ഉഴവൂർ വിജയൻ. കേൾക്കാം. അതായത് ഇന്ന് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. ആരെന്നോ എന്തെന്നോ ഒന്നുമില്ലാതെ ധാർമ്മികത എന്ന് പറഞ്ഞ് താങ്കളുടെ പാർട്ടിയുടെ മന്ത്രി രാജിവെച്ചു. ശരി തന്നെ. പക്ഷേ അതിനപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും വരുന്ന വലിയ ചോദ്യങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ പാർട്ടി എന്തൊക്കെ ഉത്തരം ജനങ്ങളുടെ മുമ്പിൽ പറയും? ഞങ്ങളുടെ പാർട്ടി ജനങ്ങളോട് പറയുന്നതിന് മുമ്പ് തന്നെ ജനങ്ങൾ ഒറ്റക്കെട്ടായി പൊതുസമൂഹം ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള അപാകതകളെ കുറിച്ച്, അപാകത എന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയ ഒരു വാക്ക് ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, ഒരു മാധ്യമ ധർമ്മത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു മാധ്യമം നടത്തിയ ഈ ഗൂഢനീക്കത്തിന്റെ ഫലമെന്ത് എന്ന് ഞാൻ പറയുന്നില്ല. ആ ഗൂഢനീക്കം ജനങ്ങൾ ശക്തമായി എതിർത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഞങ്ങളുടെ മന്ത്രി രാജിവെച്ചതിന് ശേഷം എന്നോട് ഫോണിൽ സംസാരിക്കുന്നതും അതുപോലെ നവമാധ്യമങ്ങളിൽ വരുന്ന വാക്കുകളും എല്ലാം കാണുമ്പോൾ ഈ ചെയ്തതിനെ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും എതിർക്കുന്നു എന്നാണ് കാണുവാൻ കഴിയുന്നത്. ഏതായാലും ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായി. അത് ഞങ്ങളുടെ പാർട്ടി സ്വാഗതം ചെയ്യുകയാണ്. ഈ ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ പരിധിയിൽ എന്തൊക്കെ വരണം? അതാണ് ശ്രീ ഉഴവൂർ വിജയൻ, ഈ ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ പരിധിയിൽ എന്തൊക്കെ വരണം? ഈ വിളിച്ചതും കേട്ടതും മാത്രമാണോ? അതിനപ്പുറത്തേക്കും ഇപ്പുറത്തേക്കുമുള്ള കാര്യങ്ങളെ ഒക്കെ നിയമ സംവിധാനത്തിന്റെ മുമ്പിലെത്താൻ പര്യാപ്തമാകും വിധമാണോ ഈ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നതെന്ന് നിങ്ങളുടെ പാർട്ടി മുഖ്യമന്ത്രിയോട് ചോദിച്ചിട്ടുണ്ടോ? നാളെ ഞങ്ങളുടെ പാർട്ടിയുടെ നേതൃയോഗമുണ്ട്. ആ നേതൃയോഗത്തിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ഏതൊക്കെ കാര്യങ്ങളാണ് ഇതിൽ പരിധിയിൽപ്പെടുത്തേണ്ടത്, ഇത് സമയബന്ധിതമായി എപ്പോൾ തീർക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞങ്ങൾ സംസാരിക്കുന്നതായിരിക്കും. ഏതായിരുന്നാലും ഒരു പരാതിക്കാരി ഇല്ലാത്ത ഒരു വിഷയം കേവലം ഒരു ശബ്ദത്തിന്റെ പേരിൽ മാത്രം ഇതുപോലെ ഒരു മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ആളിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള കുൽസിതമായ നീക്കം ഒരു തരത്തിലും ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല. മുതിർന്ന മാധ്യമ പ്രവർത്തകരടക്കമുള്ളവർ, മറ്റു മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നവരടക്കമുള്ളവർ എന്ന് വേണ്ട ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ പോലും, LDFനെ രാഷ്ട്രീയമായി എതിർക്കുന്നവർ പോലും ഇത് ശരിയല്ല എന്ന് പറയേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അത് ഇനി ഉണ്ടാകണമോ ഈ നാട്ടിൽ? ഈ നാട്ടിലെ മനുഷ്യരുടെ
സ്വകാര്യതയിലേക്ക് കയറാൻ ആർക്കാണ് അധികാരം കൊടുത്തിട്ടുള്ളത് എന്നുള്ളതിന് മറുപടി പറയാൻ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് അങ്ങനെ വേണ്ടിവരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിൽ കേസ് എന്ത് എന്നുള്ളതല്ല, ഒരു കുടുംബം നശിപ്പിക്കുക എന്നുള്ള ഒരു നിലപാടാണ് ശ്രീ ഉഴവൂർ വിജയൻ അങ്ങനെയെങ്കിൽ ഒരു മറു ചോദ്യം ഉയരുന്നുണ്ട്. അതായത് ഹണി ട്രാപ്പ് ആണോ, അല്ലെങ്കിൽ ബോധപൂർവം ചെയ്തതാണോ, അല്ലെങ്കിൽ കൃത്രിമമായി മാനിപ്പുലേറ്റ് ചെയ്തതാണോ ടെക്നോളജിക്കലി? ഇതൊക്കെ ഉൾപ്പെടുത്തി മന്ത്രി ഏതെങ്കിലും പരാതി നൽകുമോ എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ഭയപ്പാടും. ശ്രീ ഉഴവൂർ വിജയൻ അത് തന്നെയാണ്. ശ്രീ ഉഴവൂർ, അതായത് മന്ത്രി അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ കാട്ടി ഒരു പരാതി, റിട്ടേൺ പരാതി കൊടുക്കുമോ? ക്ഷമിക്കണം, മുൻ മന്ത്രി ശശീന്ദ്രൻ ഒരു പരാതി റിട്ടേൺ ആയി കൊടുക്കുമോ? പറഞ്ഞുകൊണ്ട് അദ്ദേഹം രാജിവെക്കാൻ മുന്നോട്ട് കടന്നു വന്നത് ഞങ്ങളാരും നിർബന്ധിച്ചിട്ടല്ല, മുഖ്യമന്ത്രി നിർബന്ധിച്ചിട്ടല്ല. ഉഴവൂർ കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് തീർച്ചയായും അദ്ദേഹത്തിനുണ്ടായ ഈ ദുരനുഭവം മറ്റാർക്കും ഉണ്ടാകരുത് എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ശരി, ശ്രീ ഉഴവൂർ അങ്ങനെയാണെങ്കിൽ ഇത് ഹണി ട്രാപ്പ് ആണോ, ടെക്നോളജിക്കലി മാനിപ്പുലേറ്റ് ചെയ്തതാണോ ശബ്ദം, ഇതൊക്കെ ഉൾപ്പെടുത്തി ഒരു പരാതി നിങ്ങളുടെ മുൻ മന്ത്രി അതായത് ശശീന്ദ്രൻ കൊടുക്കുമോ? അത് നാളത്തെ യോഗത്തിലാണ് അതിന്റെ തീരുമാനമെടുക്കുന്നത്. പ്രത്യേകിച്ചും ഒരു പരാതി കൊടുക്കുമ്പോൾ നിയമവിദഗ്ധരുമായി കൂടി സംസാരിക്കേണ്ടതുണ്ടല്ലോ. അതും ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇനി അഡീഷണലായി ഒരു പരാതി ഞങ്ങളുടേതായിട്ട് വേണമോ എന്നുള്ളതിനെ കുറിച്ചും ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും ഞങ്ങൾ ഇതില് പരാതിയുമായി തന്നെ നിൽക്കുകയാണ്. വേറെ പരാതിക്കാരൊന്നും ഈ രംഗത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ എന്തെല്ലാം ഈ കാര്യത്തിൽ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തുകൊണ്ട് മുമ്പോട്ട് വരും. ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഇതിനി ആവർത്തിക്കാൻ ഏതു മാധ്യമങ്ങളാണെങ്കിലും അത് ആ തരത്തിൽ പോകാൻ പാടില്ല. എല്ലാ മാധ്യമങ്ങളും ഇതിനെ അപലപിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യുന്നവര് ഒന്ന് ചിന്തിക്കാൻ തയ്യാറാകണം. ഞങ്ങൾക്കും കുടുംബമുണ്ട്, ഞങ്ങൾക്ക് കുട്ടികളുണ്ട്, ഭാര്യയുണ്ട്. ഇതുപോലൊരു ആക്ഷേപം വന്നാൽ ഇനി ഈ ജുഡീഷ്യൽ അന്വേഷണത്തോടെ നിരപരാധിയാണ് ശശീന്ദ്രൻ എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാലും ഈ കാര്യത്തിൽ നിന്ന്, ഈ കളങ്കത്തിൽ നിന്ന് മാറാൻ അദ്ദേഹത്തിന് കഴിയില്ല. അദ്ദേഹത്തിന്റെ കുടുംബത്തിനുണ്ടായ വേദനയിൽ നിന്ന് അദ്ദേഹത്തിന് മാറാൻ കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നീക്കമാണ് ഈ മാധ്യമത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്, ഈ ചാനലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ഒരു കാര്യം കൂടി സന്ദർഭവശാൽ ചോദിച്ചോട്ടെ, മറ്റതിഥികളിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ ഉഴവൂർ, ഈ കാര്യത്തിൽ ഞങ്ങളോട് വളരെയധികം അനുഭാവപൂർവമായ നിലപാടും ഐക്യദാർഢ്യവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കാര്യത്തിലെടുത്ത അന്തസ്സായ തീരുമാനം ഞങ്ങൾക്ക് ആവേശം പകരുന്നു എന്നുകൂടി എടുത്തു പറയാതിരിക്കാൻ. ശ്രീ ഉഴവൂർ, ശരിയാണ്. പക്ഷേ നാളത്തെ യോഗമുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ മന്ത്രിസ്ഥാനത്തെ സംബന്ധിച്ച് കൂടി ഈ സന്ദർഭവശാൽ ചോദിച്ചുകൊള്ളട്ടെ, പാർട്ടിയുടെ മന്ത്രിസ്ഥാനം സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനം ഏതെങ്കിലുമൊക്കെ വിധത്തിൽ പല വിധത്തിലുള്ള വാർത്തകൾ കേൾക്കുന്നു? ഈ മന്ത്രിസ്ഥാനത്തെ കുറിച്ച് ഇപ്പൊ നാളെ അന്തിമമായ ഒരു തീരുമാനം ഉണ്ടാവില്ല. നാളെ പ്രാഥമികമായ ഒരു ചർച്ച, ഈ സ്ഥിതിവിശേഷത്തെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യും. അതിനുശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കും. ഏതായിരുന്നാലും ഒരു അധികം താമസിയാതെ കാര്യങ്ങൾക്കെല്ലാം ഒരു തീരുമാനമുണ്ടാകും. എല്ലാം അവിടെ മാധ്യമങ്ങളിലൊക്കെ പല വാർത്തകൾ പലതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതിനൊന്നും പ്രസക്തിയില്ല. CPM-ന്റെ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അസന്നിഗ്ധമായി പറഞ്ഞു, NCPയുടെ മന്ത്രിസ്ഥാനമാണ്, അതിൽ ഞങ്ങൾ കൈകടത്താൻ തയ്യാറല്ല, അവർ തീരുമാനിക്കട്ടെ എന്ന് അദ്ദേഹം അന്തസ്സായിട്ട് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഒരു വ്യക്തതയുടെ ഒന്നും കാര്യം. ശരി ശ്രീ ഉഴവൂർ, ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന് തുടർന്നും താങ്കളെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. പക്ഷേ താങ്കൾ ഉണ്ടാകില്ല എന്ന് താങ്കൾ നേരത്തെ സൂചിപ്പിക്കുകയും ചെയ്ത അടിസ്ഥാനത്തിൽ തീർച്ചയായും ശ്രീ സെബാസ്റ്റ്യൻ പോൾ, അതായത് ഇന്നലെ നമ്മൾ കേട്ടതും കണ്ടതും പറഞ്ഞു കേട്ടതുമായ സംഭവ വികാസങ്ങൾ ഒരുപക്ഷെ മന്ത്രിയുടെ രാജി എന്ന ധാർമ്മികതയിലേക്ക് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ തന്നെയാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്. ധാർമ്മികതയുടെ പേരിൽ കുറ്റസമ്മതമല്ല എന്നർത്ഥത്തിൽ ശശീന്ദ്രൻ രാജിവെച്ചു എന്നത് ആ സംഭവവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെയും അലയൊലികൾ ഇപ്പോഴും സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. അതിനെ ഒളിഞ്ഞു നോട്ടത്തിൻ്റെ ഒരു വലിയ അംശം എന്നല്ലാതെ മറ്റേതെങ്കിലും രീതിയിൽ കാണാനാകുമോ? അങ്ങനെ കാണേണ്ട മെറിറ്റ് ഇപ്പോഴും ആ കേസിനുണ്ടോ ശ്രീ സെബാസ്റ്റ്യൻ പോൾ?
അല്ല, ഇത് ശശീന്ദ്രന്റെ രാജിയോടെ അവസാനിക്കുന്ന വിഷയമല്ല. ഇതിപ്പോൾ ശശീന്ദ്രനെയും അദ്ദേഹത്തിന്റെ പാർട്ടിയെയും ബാധിക്കുന്ന ഒരു വിഷയത്തിനപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. ഇവിടെ പൊതുസമൂഹത്തെ സംബന്ധിച്ച് ഉത്തരം കിട്ടേണ്ടതായ കുറെ ചോദ്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത്, പറയുമ്പോൾ അത് വളരെ ലളിതമായി തോന്നിയേക്കാമെങ്കിലും, സ്വകാര്യത എന്ന വശം തന്നെയാണ്. അതൊരു വിലപ്പെട്ട മനുഷ്യാവകാശമാണ്. ടെലിഫോൺ ചോർത്തൽ അല്ലെങ്കിൽ ഒളിക്യാമറ, ഒളിഞ്ഞുനോട്ടം, അതൊക്കെ ഈ സ്വകാര്യതയെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. ഇവിടെ ഒരു സ്വകാര്യ ടെലിഫോൺ സംഭാഷണം അത് ജെനുവിൻ ആണെങ്കിൽ അത് ചോർത്തി ഒരു ചാനൽ പരസ്യപ്പെടുത്തിയിരിക്കുന്നു. അതിൻ്റെ വില വളരെ വലുതായിരുന്നു. ഒരു മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു. ഇതിന് ആര് അധികാരം നൽകി? ഇപ്പോൾ 96-ലെ PUCL കേസിന്റെ കാര്യം ഇവിടെ പറഞ്ഞു. അതുൾപ്പെടെയുള്ള മറ്റ് നിരവധി കാര്യങ്ങളിലൂടെയും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ഇത് ആർട്ടിക്കിൾ 21 വയലേഷൻ. ടെലിഫോൺ ചോർത്താൻ ആർക്കാണ് അധികാരമുള്ളത്? ടെലിഫോൺ ചോർത്തുന്നതിന് ഉന്നതമായ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ്. അത് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്കാണ് അധികാരമുള്ളത്. ഇവിടെ മംഗളത്തിന് ഈ ടെലിഫോൺ ചോർത്തലിന് ആര് അധികാരം നൽകി? അപ്പോൾ ജുഡീഷ്യൽ അന്വേഷണം വരുമ്പോൾ ആ വിഷയം മുതൽ പലതും അന്വേഷിക്കേണ്ടി വരും. ഇതിൽ അനാശാസ്യമായ കുറെ കാര്യങ്ങൾ നടന്നിരിക്കുന്നു. അതിൽ വ്യാജം എന്ന് വാക്ക് വന്നപ്പോഴാണ് വ്യാജരേഖ എന്നൊരു പഴയ തർക്കമുണ്ടല്ലോ. ആ വ്യാജരേഖയിലേക്ക് പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ചില പേരുകളൊക്കെ ഇപ്പോഴും കേൾക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇതൊക്കെ ഒരു പുത്തരിയായിരിക്കില്ല. പക്ഷെ വ്യാജരേഖയായാലും വ്യാജ ഓഡിയോ ആയാലും വ്യാജ വീഡിയോ ആയാലും അതാ ഇനി യഥാർത്ഥത്തിലുള്ള ഇത് ഒളിവിൽ പകർത്തിയെടുത്തതാണെങ്കിലും ഇതൊക്കെ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന വിഷയമായി മാറിയിരിക്കുന്നു. ആർക്കും ഈ സമൂഹത്തിൽ സ്വതന്ത്രമായി ടെലിഫോണിൽ മറ്റൊരാളോട് സംസാരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സാഹചര്യമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അതിനുകൂടി ജുഡീഷ്യൽ അന്വേഷണം സഹായകമായിരിക്കും. ശ്രീ PS സലിം, ഒരു പക്ഷേ NCP ഇപ്പുറത്താണ് രാഷ്ട്രീയമായെങ്കിൽ പോലും അതിൻ്റെ തറവാട് കോൺഗ്രസ് ആണ്. ആ അർത്ഥത്തിൽ കൂടി താങ്കളോട് ഞാൻ ചോദിക്കുന്നു, അതായത് ഈ ജുഡീഷ്യൽ അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചതും ഇന്നലത്തെ മന്ത്രിയുടെ രാജിയും ധാർമ്മികമായി ശരിയല്ലേ? അല്ല, അദിംഷാദിന്റെ ഒരു ദുസൂചന ഞാൻ അതിനോട് വിയോജിക്കുകയാണ്. NCP പതിറ്റാണ്ടുകളായി ഇടതുപക്ഷ ജനാധിപത്യത്തിനോടായി നിൽക്കുന്ന ഒരു സംഘടനയാണ്. വേരുകൾ കണ്ടെത്തി പോകുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെടുത്താനുള്ള ഓക്കെ. രണ്ടാമത്തെ വിഷയം, ഇവിടെ ആദിംഷാദും ഡോക്ടർ സെബാസ്റ്റ്യൻ പോളും ഈ വിഷയത്തെ സമീപിച്ച രീതിയെ എനിക്ക് എന്താണ് അതിനോട് പ്രതികരിക്കേണ്ടതെന്ന് അറിയില്ല. എനിക്ക് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ഈ നിലപാടുകൾ, ആ നിലപാടുകൾക്ക് മുൻകാല പ്രാബല്യം പ്രഖ്യാപിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഇവിടെ മറുപടി പറയണോ? രാജിയുമായി സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ, അല്ല ഞാൻ പറയട്ടെ, അജിംഷാദ് പെട്ടെന്ന് പ്രൊവോക്ഡ് ആവണ്ട, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ വിഷയത്തെ വളരെ പോസിറ്റീവായിട്ടാണ് ഇത് ഞങ്ങൾ കോൺഗ്രസ് ഈ വിഷയമൊന്നും കോൺഗ്രസ് ഒന്നും ഇത് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ അങ്ങനെ ഉദ്ദേശിക്കുകയും വേണ്ട. പക്ഷേ നമ്മുടെ മുമ്പിൽ രണ്ട് പ്രശ്നമുണ്ട്. ഒന്ന്, AK ശശീന്ദ്രൻ എന്തുകൊണ്ട് രാജിവെച്ചു? ആ രാജിവെക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ കോഴിക്കോട്ടെ മാധ്യമ പ്രവർത്തകര് ചോദിച്ച ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഈ ആരോപിക്കപ്പെടുന്ന ഒരു ദൃശ്യമാധ്യമത്തിൽ വന്ന ഈ ടെലിഫോൺ സംഭാഷണം വ്യാജമാണെന്ന് പറയാൻ അദ്ദേഹം തയ്യാറായില്ല. അത് ഫാബ്രിക്കേറ്റഡ് ആണെന്ന് അദ്ദേഹം പറഞ്ഞില്ല. വളരെ കൃത്യമായി സമചിത്തതയോടുകൂടി AK ശശീന്ദ്രനെ പോലെ പിണറായി മന്ത്രിസഭയിൽ ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിക്കെതിരായി ഒരു ചാനൽ അതിൻ്റെ ആരംഭ ദിവസം ഇതുപോലെ ഒരു വളരെ അരോചകമായ, ഒരുപക്ഷെ കേരളീയരുടെ സദാചാര സങ്കല്പങ്ങൾക്ക് ഒരു നിമിഷം പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ശബ്ദരേഖ വരികയും ആ ശബ്ദരേഖ വന്ന് മണിക്കൂറുകൾക്കുള്ള അദ്ദേഹം രാജിവെക്കുകയും ചെയ്യുന്നു. രാജിവെച്ചപ്പോൾ ആ രാജി ഉന്നതമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് രാജി കുറ്റസമ്മതമല്ല, അങ്ങനെ ഒട്ടേറെ വ്യാഖ്യാനങ്ങൾ വന്നു. ഞാൻ ആ വ്യാഖ്യാനങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ഞങ്ങൾ യെല്ലോ ജേർണലിസത്തിനെതിരാണ്, ഒരു സംശയമില്ല. പക്ഷേ കേരളത്തിൽ
ഈ നിലപാട് സ്വീകരിച്ചത് അധികാരത്തിൽ നിൽക്കുന്ന ഗവൺമെന്റിലെ മന്ത്രിമാർക്കെതിരായി, രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരായി, പൊതുപ്രവർത്തകർക്കെതിരായി പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇതുപോലെ നടത്തി എത്ര സംഭവങ്ങളുണ്ട്. അദിംഷാദ് പോലും ആ സമയത്ത് ഇരകളുടെ വേദനയെക്കുറിച്ച്, ഭാരതീയ സ്ത്രീത്വത്തിന്റെ ഭാവവിശുദ്ധിയെക്കുറിച്ചൊക്കെ വളരെ വാചാലമായി. ശ്രീ സലീം, താങ്കൾ വട്ടം കറങ്ങിയപ്പോഴേ അറിയാം അതിലേക്കാണ് എത്തുന്നതെന്ന്. ദയവായി അത് ക്ലാരിഫൈ ചെയ്യേണ്ട കർത്തവ്യമുണ്ട്. അതായത് ഒരു കുറ്റാരോപിതമായ ടീം സോളാറിന്റെ പേരിൽ കുറ്റാരോപിതമായി ജയിലിൽ പോയതിന് ശേഷം സരിതയും ആ സരിതയുമായി ബന്ധപ്പെട്ടവരും അധികാര കേന്ദ്രത്തെ ആ കുറ്റകൃത്യത്തിന് ഉപയോഗിച്ചോ എന്ന അന്വേഷണത്തെയും ഇവിടെ സ്വകാര്യമായ ഒരു വ്യക്തി നടത്തിയ അന്വേഷണത്തെയും കൂട്ടിക്കെട്ടാനുള്ള താങ്കളുടെ ബുദ്ധി ഞാൻ ഇപ്പോൾ അഭിനന്ദിക്കാൻ സാധിക്കില്ല. ശ്രീ പി എസ് സലീം, തീർച്ചയായും ശ്രീ ഭാസുരേന്ദ്ര ബാബു, അതായത് ഈ സംഭവത്തെ നേരത്തെ ശ്രീ പി എസ് സലീം വട്ടം കറങ്ങി, മുൻകാല പ്രാബല്യം എന്താണ് ഉദ്ദേശിച്ചതെന്ന് നമുക്കൊക്കെ വ്യക്തവുമാണ്. അത്തരത്തിലൊരു സംഭവത്തിൻ്റെ പരിപ്രേക്ഷ്യത്തിൽ വീക്ഷിക്കേണ്ട ഒന്നാണോ ഇന്ന് നടന്നത്? ജുഡീഷ്യൽ അന്വേഷണം എന്നതുകൊണ്ട് മാത്രം തീരുന്നതാണോ പൊതുസമൂഹത്തിൻ്റെ മേലുള്ള ധാർമ്മികത എന്ന കൊടുവാൾ? ഈ അർത്ഥത്തിലാണ് ചർച്ച പുരോഗമിക്കുന്നത്. താങ്കൾക്ക് പ്രതികരിച്ചു തുടങ്ങാം, ശ്രീ ഭാസുരേന്ദ്ര ബാബു. അല്ല, ഇതിനകത്ത് ഇത് ചർച്ചയുടെ ആദ്യഘട്ടം മുതൽ ഞാൻ കേൾക്കുന്നില്ല എങ്കിലും ഇന്ന് നാം പരിശോധിക്കേണ്ട ചില കാര്യങ്ങൾ, എനിക്ക് സെബാസ്റ്റ്യൻ പോളിനോടാണ് ചില കാര്യങ്ങൾ ചോദിക്കേണ്ടി വരിക. കാരണം അദ്ദേഹത്തിന് ജേർണലിസവും ഒപ്പം നിയമവും അറിയാവുന്ന ഒരാളാണ്. ഇവിടെ ഞാനൊരു അനുഭവം ചൂണ്ടിക്കാണിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന, അറിയാം എന്നെനിക്കറിയാവുന്ന ഒരു അനുഭവം. ഒരു പുതിയ ചാനൽ ലോഞ്ച് ചെയ്യുമ്പോൾ ഒരു പുതിയ സ്റ്റോറി അവർ കൊണ്ടുവരുന്നു. ആ സ്റ്റോറിക്ക് അന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നു. അത് ആ പുതിയ ചാനലിന് ഒരു മൈലേജ് നൽകുന്നു അതിൻ്റെ പ്രസിദ്ധിയുടെ അടിസ്ഥാനത്തിൽ. ഇതിന് നമുക്ക് മുന്നേ അനുഭവമുണ്ടല്ലോ ശ്രീ സെബാസ്റ്റ്യൻ പോൾ. നമുക്ക് തെഹൽക്കയുടെ അനുഭവമുണ്ട്. തെഹൽക്ക ഒരു ഓൺലൈൻ മാഗസിൻ എന്നുള്ളത് വിട്ടിട്ട് ഒരു പ്രിൻ്റഡ് മാഗസിനിലേക്ക് എത്തുന്ന സമയത്ത് തെഹൽക്കയും ഇതുപോലെ സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തിയിരുന്നു. ആ സ്റ്റിംഗ് ഓപ്പറേഷനിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പാർട്ടി BJP, ആ പാർട്ടിയുടെ ഏറ്റവും ഉന്നതനായ പ്രസിഡന്റിനെ അവർ ഒരു സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ ഒരു അഴിമതിയിൽ കുടുക്കി. അഴിമതിയാണ് അവിടെ പ്രശ്നം, സദാചാരമല്ല. അങ്ങനെ കുടുക്കിയിട്ട് അത് വലിയ വാർത്തയാക്കി, അത് മൈലേജാക്കി മാറ്റി. അന്ന് നാമൊക്കെ അഴിമതിക്കെതിരായ ഒരു ക്രൂസൈഡ്, കുരിശുയുദ്ധം, അതുകൊണ്ട് അത് നമുക്ക് അംഗീകരിക്കാവുന്നതാണ് എന്ന നിലയ്ക്കാണ് പൊതുവിൽ മാധ്യമങ്ങൾ, അതുമാതിരി തന്നെ പൊതുവിൽ സമൂഹത്തിൻ്റെ മനസാക്ഷിയൊക്കെ അതിനെ സ്വീകരിച്ചത്. സത്യത്തിൽ നാം പരിശോധിച്ചാൽ നമുക്കൊക്കെ അറിയാവുന്നത് മാതിരി അത്തരം ഒരു ഒഫൻസ് അവർ കൊണ്ടുവരുമ്പോൾ, ഒരു കേസ് കൊണ്ടുവരുന്ന സമയത്ത് അതിനകത്ത് അനുവർത്തിച്ചതെല്ലാം ഇല്ലാത്ത കാര്യങ്ങളായിരുന്നു. കൃത്യം ഫിക്ഷനായിരുന്നു അത്. അവർ പറയുന്ന ഒരു റഷ്യൻ കമ്പനി ഉണ്ടായിരുന്നില്ല. റഷ്യൻ കമ്പനിക്ക് ഇങ്ങനെ ഒരു ഓർഡർ കൊടുക്കാൻ അവർക്ക് അന്ന് പ്രതിരോധ വകുപ്പിൽ നിന്ന് ഒരു ഓർഡർ ലഭിക്കാനുണ്ടായിരുന്നില്ല. ഈ അർത്ഥത്തിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് തട്ടിക്കൂട്ടിയെടുത്ത് ഒരു സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ 1 ലക്ഷം രൂപ കൈക്കൂലി കൊടുക്കുന്ന ഒരു അവസ്ഥ സൃഷ്ടിച്ചിട്ട് സെൻസേഷനാണ്. അത് സൃഷ്ടിച്ചിട്ട് തെഹൽക്ക ഒരു മൈലേജ് ഉണ്ടാക്കി. അന്ന് തെഹൽക്കയെ അനുമോദിക്കുകയാണ് എല്ലാവരും ചെയ്തത്, ആ സ്റ്റിംഗ് ഓപ്പറേഷൻ. ഇവിടെ എത്തിയപ്പോൾ തികച്ചും സ്ഥിതി വ്യത്യസ്തമായിരിക്കുന്നു. ഞാൻ അംഗീകരിക്കുന്നു, സലീമും വക്കീല് തന്നെയാണ്. അങ്ങനെ വരുമ്പം നാം മനസ്സിലാക്കേണ്ടത് കുറേ കഴിയുമ്പോൾ, ഒരുപക്ഷെ സരിത ഇഷ്യൂ ഒക്കെ വന്നതിന് ശേഷം ഈ ധാർമ്മിക സദാചാര പ്രശ്നങ്ങൾക്ക് വലിയ പ്രസക്തിയോ വലിയ മാർക്കറ്റ് തന്നെയോ മലയാളിയുടെ ഇടയിൽ ഇല്ലാതായിപ്പോയോ? സത്യത്തിൽ ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ തെഹൽക്കയെ അംഗീകരിക്കുന്നവർക്ക് ഇതും അംഗീകരിക്കാം. തെഹൽക്കയിൽ നിന്ന് വ്യത്യസ്തമായി സദാചാര പ്രശ്നമുണ്ട് എന്നത് മാത്രമാണ്. അതുമാത്രമല്ല, അത് ലഭിക്കുന്ന, ഇപ്പോൾ നമ്മുടെ സെബാസ്റ്റ്യൻ പോൾ പറയുന്നു അത് സ്വകാര്യതയിലേക്കൊരു കാര്യമാണെങ്കിൽ ബംഗാരു ലക്ഷ്മണൻ്റെ സ്വകാര്യത, കോടതി പറഞ്ഞ മാതിരി സ്വകാര്യതയെക്കുറിച്ച് നാം പരിശോധിക്കേണ്ടി വരും. അതുമാത്രമല്ല, ഇവിടെ മന്ത്രി സംസാരിക്കുന്ന രീതി, ശൈലി, ഭാഷ, അതൊക്കെ തന്നെ ഒരു പൊതുപ്രവർത്തകന് കൈകാര്യം ചെയ്യാൻ സംസാരിച്ചു കൂടാത്തതാണ്. ഒരു പൊതുപ്രവർത്തകൻ അതിൻ്റെ എല്ലാ സമയത്തും ഫോണിലൂടെ ആണെങ്കിലും അല്ലാതെയും ഒരു ക്യാമറ കണ്ണിൻ്റെ മുന്നിലാണ് ജീവിക്കുന്നത് എന്ന ബോധ്യം ഇത്രമാത്രം വികസിതമായ ഒരു ജേർണലിസ്റ്റ് ഇൻഡസ്ട്രി വികസിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇല്ലാതെ പോകുന്നു എന്നത് ഒരു മുന്നൊരുക്കമില്ലാത്ത അവസ്ഥ തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു ഗാന്ധിയൻ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന 73 വയസ്സുള്ള ഒരാൾ. അപ്പോൾ ഇതൊക്കെ കൂടി പരിശോധിക്കുമ്പോൾ ഏത് തരം നിലപാടാണ് ഇക്കാര്യത്തിൽ മലയാളികൾക്ക് സ്വീകരിക്കേണ്ടി വരിക എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. എനിക്ക് കൃത്യമായൊരു ഉത്തരമൊന്നുമില്ല.
ആ ചോദ്യം ഞാൻ അവതരിപ്പിക്കുന്നു പ്രധാനമായും ഈ നമ്മുടെ സെബാസ്റ്റ്യൻ പോളിൻ്റെ മുന്നിൽ. തീർച്ചയായും ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഒപ്പം ഭാസുരേന്ദ്ര ബാബു മുമ്പോട്ട് വെച്ച ചോദ്യത്തിനൊപ്പം കുറ്റബോധം കൊണ്ടല്ല ധാർമ്മികതയുടെ പേരിലാണ് ഞാൻ രാജിവെക്കുന്നതെന്ന മന്ത്രിയുടെ വാദത്തെ ഖണ്ഡിച്ച പി എ സലീമിന്റെ വാദങ്ങൾക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ താങ്കളുടെ വീക്ഷണത്തിൽ എന്നുകൂടി ശ്രീ സെബാസ്റ്റ്യൻ പോൾ? അല്ല, ഇന്നലെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായ ഉടൻ മന്ത്രി അത്ര തിടുക്കത്തിൽ രാജിവെച്ച് പോകേണ്ട കാര്യമുണ്ടായിരുന്നില്ല. ഇതിനു മുമ്പ് UDF-ൻ്റെയും ഒക്കെ ആ പാരമ്പര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അനുഭവങ്ങൾ പലതുണ്ടല്ലോ. മന്ത്രി വാസ്തവത്തിൽ ചെയ്യേണ്ടിയിരുന്നത് അദ്ദേഹം ഒരു പോലീസിലൊരു പരാതി എഴുതി കൊടുക്കുകയും അന്വേഷണം വരട്ടെ എന്ന് പറഞ്ഞാൽ മാറി നിൽക്കാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷെ അത്തരം കാര്യങ്ങളിലേക്കൊന്നും കടക്കാതെ അദ്ദേഹം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ രാജി സമർപ്പിക്കുകയാണ്. രാജിവെച്ച് പുറത്തുപോയി. അത് ധാർമ്മികതയുടെ പേരിലല്ല എന്നൊക്കെ പറഞ്ഞതിൻ്റെ വില കുറച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല. അത് നമ്മൾ അംഗീകരിക്കുക. അങ്ങനെ രാജിവെച്ച് പോകാത്ത ധാരാളം പേരുണ്ട്. അല്ലെങ്കിൽ രാജിവെക്കാൻ കഴിയാത്ത, ഒഴിവാക്കാൻ വയ്യാത്ത അവസ്ഥ വരെ കാത്തിരിക്കുന്നവരുണ്ട്. ഇവിടെ അതൊന്നും ഉണ്ടായിട്ടില്ല. ശശീന്ദ്രൻ വളരെ അന്തസ്സോടെ മാന്യമായി രാജിവെച്ച് പിരിഞ്ഞു. ആ രാജിയിലേക്ക് നയിച്ച കാര്യങ്ങൾ, അതിൻ്റെ ധാർമ്മികതയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇവിടെ ഒരു ചാനൽ ലോഞ്ച് ചെയ്യുന്ന ദിവസം അതിൻ്റെ ഒരു ഇനോഗ്രൽ മെനു എന്ന നിലയിൽ ഇത്തരത്തിലുള്ള ഒരു സ്റ്റോറി അവതരിപ്പിക്കണം എന്ന നിർബന്ധമൊന്നുമില്ല. പക്ഷെ അവരത് ചെയ്തിരിക്കുന്നു. അവരത് ചെയ്യുമ്പോൾ ആ ചാനലിൻ്റെ ധാർമ്മികതയെ സംബന്ധിച്ചുള്ള ഒരു മാനിഫെസ്റ്റോ കൂടിയാണ് ഇന്നലെ നടന്ന കാര്യങ്ങൾ. അവരിനി നാളെ എന്തെല്ലാം ചെയ്യാൻ പോകുന്നു എന്ന് നമുക്കറിയില്ല. അതൊക്കെ പലതും സംഭവിക്കാം. ഇവിടെ പല കാര്യങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ആളിലൊക്കെ ആ ചാനലിൽ പ്രവർത്തിക്കുന്നുമുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ഇവിടെ ഉള്ളത്, ഞാൻ സ്വകാര്യത എന്ന് പറഞ്ഞത്, ഒരു മന്ത്രി, ആ മന്ത്രി എന്നതിനെ മാറ്റിവെക്കുക, ഒരു വ്യക്തി ഒരു ടെലിഫോൺ സംഭാഷണം നടത്തുന്നു. അത് ചോർത്തി എടുക്കുന്നതിന് മംഗളം ചാനലിന് ആര് അധികാരം നൽകി? അതോ മംഗളം ചാനൽ ചോർത്തിയതല്ല, ആ സ്ത്രീ റെക്കോർഡ് ചെയ്ത് മംഗളത്തെ ഏൽപ്പിച്ചതാണെങ്കിൽ ആ സ്ത്രീ ആരാണ്? അവരത് ചെയ്യുന്നില്ല. അവർക്ക് പരാതിയില്ലല്ലോ. അപ്പോൾ അവരുടെ സംസാരം നമ്മൾ കേൾക്കുന്നില്ലല്ലോ. അങ്ങനെ വിട്ടുകിടക്കുന്ന ഒട്ടേറെ കണ്ണികൾ അവിടെയുണ്ട്. അത് കൂട്ടി ഇണക്കുമ്പോഴേ ഈ കേസിൻ്റെ യഥാർത്ഥ ചിത്രം നമുക്ക് വരികയുള്ളൂ. ഇവിടെ ഭാസുരേന്ദ്ര ബാബു തെഹൽക്കയെക്കുറിച്ച് പറഞ്ഞു. തെഹൽക്കയെക്കുറിച്ചും എനിക്കും അന്ന് ആക്ഷേപമുണ്ടായിരുന്നത്, സംഭവിക്കാത്ത ഒരു കാര്യം സാങ്കല്പികമായി ആലോചിച്ചാൽ ഒരുപക്ഷെ സംഭവിച്ചേക്കാം എന്ന് കരുതി അവിടെ ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അതല്ല. നമ്മൾ ഇന്ത്യയിൽ അത് തെറ്റായി ധരിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. വാട്ടർ ഗേറ്റ്, അവിടെ നിന്നുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം വരുന്നത്, അവിടെ ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ ഉണ്ടായിരുന്നില്ല. ബോഫോഴ്സ്, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതി ആരോപണം മാധ്യമങ്ങൾ വികസിപ്പിച്ചു കൊണ്ടുവന്നത്, അവിടെ സ്റ്റിംഗ് ഉണ്ടായിരുന്നില്ല. അവിടെയൊക്കെ രേഖകൾ കണ്ടെത്തി ആ രേഖകൾ അപഗ്രഥിച്ച് ചില സത്യങ്ങൾ പുറത്തു കൊണ്ടുവരികയായിരുന്നു. തെഹൽക്ക ആരംഭിച്ചതാണ് സ്റ്റിംഗ് ഓപ്പറേഷൻ. ആ സ്റ്റിംഗ് ഓപ്പറേഷൻ എവിടെയും ആരുടെ ബെഡ്റൂമിലും കിടപ്പറയിൽ എവിടെയും എത്തിക്കാം എന്ന് പറഞ്ഞാൽ അതിൽ ഗുരുതരമായ അപകടങ്ങളുണ്ട്. മാധ്യമപ്രവർത്തനത്തിൽ അത് അംഗീകരിക്കപ്പെട്ടത് തത്വമല്ല. അങ്ങനെ ഒരു സിദ്ധാന്തം ഇവിടെയില്ല. നമുക്ക് വേണ്ടത്, ഇതിനെ ന്യായീകരിക്കാൻ പലപ്പോഴും ചൂണ്ടിക്കാണിക്കാറുണ്ട്. മഹാത്മാഗാന്ധി പറയാറില്ലേ, ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു എന്ന് അദ്ദേഹം തിരുത്തിക്കൊണ്ട് പറഞ്ഞില്ലേ? ലക്ഷ്യവും മാർഗവും ഒരുപോലെ സാധൂകരിക്കപ്പെടുന്നതായിരിക്കണം. മാധ്യമപ്രവർത്തനത്തിൽ നമ്മൾ സ്റ്റിംഗ് ഓപ്പറേഷനെ അംഗീകരിച്ചത് തെറ്റായ മാർഗത്തിലൂടെ ഒരു ശരിയായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ ലക്ഷ്യവുമില്ല, മാർഗവുമില്ല. അത് തന്നെയാണ്. ഒപ്പം അദ്ദേഹം ചോദിച്ച മറ്റൊരു ചോദ്യം കൂടിയുണ്ട്, ശ്രീ ഭാസുരേന്ദ്ര ബാബു ഉയർത്തിയത്. അതായത്, ഒരു പൊതുപ്രവർത്തകന് ഇങ്ങനെ പറയാമോ, ഇങ്ങനെ ചിന്തിക്കാമോ എന്ന്. ഇത് ഈ മുൻമന്ത്രിയുടേതാണോ എന്ന് ഇതുവരെയും ക്ലാരിഫൈഡ് ആയ ഒരു വാദം സയന്റിഫിക്കലി പ്രൂവ്ഡ് അല്ല. ഒന്ന്. രണ്ട്, കൗണ്ടർ പാർട്ട് എന്താണ് പറഞ്ഞതെന്നോ എന്താണ് പ്രേരിപ്പിച്ചതെന്നോ ആരാണെന്നോ അറിയില്ല. ഇത്തരത്തിൽ അജ്ഞാതമായി നിൽക്കുന്ന ചില കാര്യങ്ങൾ ഇപ്പോഴും ആ സംഭവത്തോടൊപ്പമുണ്ട്. പിന്നീട് ജൈവപരമായി സ്വകാര്യതകളിൽ ഒരു മനുഷ്യൻ എങ്ങനെ പ്രവർത്തിക്കണമെന്നതും ഒരു പൊതുപ്രവർത്തകന്റെ ബോധവും തമ്മിൽ കൂട്ടിക്കെട്ടണമോ? അത് മന്ത്രിക്ക് സ്വകാര്യതയില്ലെന്ന അമിത ആദർശവാദികളുടെ വാദം മാത്രമല്ലേ? എൻ്റെ സംശയം ശ്രീ ഭാസുരേന്ദ്ര ബാബുവിൻ്റെ ചോദ്യത്തോടൊപ്പം ശ്രീ സെബാസ്റ്റ്യൻ പോൾ. അതെ, അവിടെ ഉള്ളത് ചില വളരെ സങ്കീർണമായ ചില ചോദ്യങ്ങൾ ഇപ്പോൾ ഭാസുരേന്ദ്ര ബാബുവിൻ്റെ ചോദ്യങ്ങളിൽ നിന്നുണ്ട്. അനുബന്ധമായി നമുക്ക് ചോദിക്കാനും കഴിയും. ഒരു വ്യക്തി, ഇത് ശശീന്ദ്രൻ മന്ത്രി ആയിരുന്നില്ലെങ്കിൽ ഞാൻ പൂർണ്ണമായും ആ ടെലിഫോൺ സംഭാഷണത്തെ ന്യായീകരിക്കുമായിരുന്നു. കാരണം ഒരു പുരുഷന് ഒരു സ്ത്രീയോട് സ്വകാര്യമായി ടെലിഫോണിലോ അല്ലാതെയോ എന്ത് സംസാരിക്കാം.
അത് ലൈംഗിക ചുവയുണ്ടാകും, മറ്റ് പല ചുവകളും ഉണ്ടാകുമായിരിക്കും. അവിടെ അത് കേൾക്കുന്ന സ്ത്രീക്ക് പരാതിയില്ലെങ്കിൽ, ആക്ഷേപമില്ലെങ്കിൽ മറ്റാർക്കും അതിൽ പരാതിപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അവിടെ ആ സംഭാഷണം ചോർത്താൻ ആരെങ്കിലും ശ്രമിച്ചാൽ അല്ലെങ്കിൽ ഒളിച്ചു നിന്ന് കേൾക്കാൻ ശ്രമിച്ചാൽ അത് ഗുരുതരമായ തെറ്റാണ്. പക്ഷെ ഇവിടെ വ്യത്യാസം വന്നിരിക്കുന്നത് ശശീന്ദ്രൻ സംസാരിക്കുന്നയാൾ, കേൾക്കുന്ന ആളെ നമുക്ക് അറിയില്ല, സംസാരിക്കുന്നയാൾ മന്ത്രിയാണ് എന്ന് മംഗളം പറയുന്നു. താനത് സംസാരിച്ചുവോ ഇല്ലയോ എന്ന കാര്യത്തിൽ ശശീന്ദ്രൻ വ്യക്തമായ ഒരു വിശദീകരണം ഇതുവരെ നൽകിയിട്ടുമില്ല. നമ്മുടെ മുന്നിൽ യാതൊരു കാര്യങ്ങളുമില്ല. അപ്പോൾ ഇത്ര ദുർബലമായ ഒരു ഓഡിയോയെ അടിസ്ഥാനമാക്കി ഒരു മന്ത്രിയെ രാജിയിൽ കാര്യങ്ങൾ എത്തിക്കുക, മറ്റു പല പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക, അത് ശരിയോ എന്നൊരു ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു. മന്ത്രി എന്ന നിലയ്ക്ക്, മന്ത്രി തന്നെ വേണമെന്നില്ല, ഒരു പൊതുപ്രവർത്തനം നിലയ്ക്ക് നമുക്ക് ഒരു ജാഗ്രത എല്ലാ കാര്യങ്ങളിലും ആവശ്യമുണ്ട്. ആ പൊതുപ്രവർത്തകന് സ്വകാര്യത കുറയുന്നുണ്ട്, ആ പൊതുപ്രവർത്തകന് കൂടുതൽ ജാഗ്രത ആവശ്യമായി വരുന്നുണ്ട്. അത്തരം കാര്യങ്ങളിലുള്ള ഒരു വിവേകക്കുറവും ജാഗ്രത കുറവും ശശീന്ദ്രന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് നമ്മൾ സമ്മതിക്കുന്നു. പക്ഷെ അതോടൊപ്പം അത് പുറത്തു കൊണ്ടുവന്നത് എന്തുദ്ദേശത്തോടു കൂടിയാണ്, അത് പുറത്തു കൊണ്ടുവന്ന രീതി അത് ശരിയോ എന്ന ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുകയും ചെയ്യുന്നു. ശരി.